ഹായ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടായി മാറുന്ന അല്ലെങ്കിൽ നമുക്കൊരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഭാഗം നമ്മളുടെ അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിന് മനസ്സിലാക്കാനുള്ളൊരു ഇപ്പം ഞാൻ എൻ്റെ അഹങ്കാരത്തിന് മനസ്സിലാക്കിയ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പം ഞാൻ പുറത്തേക്ക് കൂടി നടന്നു പോവുകയാണ്. രാവിലെ ഒരു വ്യായാമത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുവാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണുമല്ലോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെയുള്ള വീടുകളിലുള്ള ആൾക്കാരെ കാണും. അപ്പോൾ അല്ലെങ്കിൽ റോഡിലേക്ക് കൂടി പോകുന്ന ആൾക്കാരെ കാണും. അപ്പോൾ അവിടെ ഞാൻ അവരോടൊക്കെ എനിക്ക് ചിരിക്കാനൊക്കെ എന്തോ ഒരു മടി. അതായത് എനിക്ക് പരിചയമുള്ള ആൾക്കാരോട് മാത്രം ചിരിക്കുക സംസാരിക്കുക എന്നുള്ളതൊഴിച്ച് ഇതുവരെ പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ അവരെ മുഖത്ത് നോക്കി ചിരിക്കാൻ എനിക്കൊരു മടി അവിടെ ഫീൽ ചെയ്തു. അത് വേറൊന്നുമല്ല, അതായത് എൻ്റെ മുൻപുള്ള അനുഭവത്തിൽ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഇതേപോലെ അവിടെ നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരോടും നമ്മൾ ചിരിക്കും. പക്ഷേ തിരിച്ച് അവർ ചിലപ്പോൾ ചിരിക്കത്തില്ല. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ അഹങ്കാരം അവിടെ ഹേർട്ടായിട്ടുണ്ടാവും. ഞാൻ ചിരിച്ചിട്ട് അവരെന്താ ചിരിക്കാതിരുന്നത്. അപ്പോൾ ഈ സാധനം എൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ അവരോട് ചിരിച്ചു കഴിഞ്ഞാൽ അവരിനി ചിരിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഞാനെന്തെങ്കിലും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടുമോ, ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവർ മറുപടി തന്നില്ലെങ്കിൽ എനിക്കത് വിഷമാവില്ലേ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ചിന്തിച്ചു കൂട്ടിയിട്ട് ആ ഒരു സാഹചര്യം, ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കി കൊണ്ടുപോകും. ഓക്കെ, ഇനി അവർ ചിരിക്കേണ്ട, അല്ല ചിരിക്കാണെന്ന് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. അപ്പോൾ എന്നിട്ട് ഞാൻ നടന്നു വരുന്ന സമയത്ത് ബൈക്കിലേക്ക് കൂടി ഒരാൾ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ആ വ്യക്തിയുടെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത വ്യക്തിയാണ്. ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ നടന്നു പോയി. ആ സമയത്താണ് ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നത്. അതായത് ഞാൻ എന്തിനാണ് ഒരു വ്യക്തിയെ ആ മുഖം നോക്കിയിട്ട് ആ വ്യക്തിയെ എനിക്ക് പരിചയമുണ്ടോ പരിചയമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് ആ വ്യക്തിയോട് പരിചയം പുതുക്കുന്ന ഭാഗത്തേക്ക് എന്തുകൊണ്ട് പോകുന്നു? അതും ഒരു മനുഷ്യനാണ്. അപ്പോൾ നമ്മളെന്തിനാണ് അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്നതെന്നുള്ളൊരു ഭാഗം എൻ്റെ ഉള്ളിൽ വന്നു. പിന്നെ ഞാൻ തീരുമാനിച്ചു, ഇനി അതിൻ്റെ ആവശ്യമില്ല, എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ നമ്മളുടെ മുന്നിൽ ആരാണോ വരുന്നത് അവരോട് ചിരിച്ച് സംസാരിക്കുക. എല്ലാവരോടും എനിക്ക് എൻ്റെ ബന്ധുക്കളും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, ചിരിക്കുക, സന്തോഷത്തോടു കൂടി അവരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാം. ആ ഒരു തീരുമാനം അതാണ് നല്ലതെന്നുള്ള ഒരു ഭാഗം എനിക്ക് തോന്നിയിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ 2 കുട്ടികൾ ചേച്ചിന്ന് വിളിച്ചു. ഞാൻ ഹായ് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി എനിക്ക് ഹായ് തന്നു. അപ്പോഴാണ് ശരിക്കും ഈ കുട്ടികൾ ഭയങ്കര നിഷ്കളങ്കരതാണ്. അവർക്ക് എന്നെ അറിയുകൂടിയില്ല. എന്നിട്ട് ആ കുട്ടികൾ എന്നെ വിളിച്ച്, ഞാൻ ആ കുട്ടികളെ നോക്കി ശ്രദ്ധിച്ചില്ല. അപ്പോൾ ആ കുട്ടികളെ ഇങ്ങോട്ട് വിളിച്ചു, ചേച്ചിന്ന് വിളിച്ചിട്ട് എനിക്ക് ഹായ് തന്ന് എന്നെ പറഞ്ഞു വിട്ടു, എന്നെ സന്തോഷത്തോടെ പറഞ്ഞു വിട്ടു. അപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു നിഷ്കളങ്കതയും ആ നിഷ്കളങ്കതയിൽ നമുക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു, നമ്മുടെ അഹങ്കാരമാണ് ആ നിഷ്കളങ്കത നഷ്ടപ്പെടാൻ കാരണമായതെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. പിന്നെ കുറച്ച് അങ്ങോട്ട് കാണുന്ന ആൾക്കാരൊക്കെ എന്നോട് ഹായ് പറഞ്ഞ് എന്താണ് നടക്കുന്നത്, അങ്ങനെ ഭക്ഷണം കഴിച്ചോന്നൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് പിന്നെ ഞാൻ വീട്ടിലെത്തിയത്. അവർ തിരിച്ച് ഇങ്ങോട്ട് വന്നു, ഇൻറ്ററാക്റ്റ് ചെയ്തു, ഞാൻ അങ്ങോട്ട് ഇൻറ്ററാക്റ്റ് ചെയ്തു. അതാണ് ഇങ്ങനത്തെ കുറേ കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മളുടെ അഹങ്കാരം നമ്മളെ എത്രത്തോളം പിടിച്ചു മുറുക്കിയിട്ടുണ്ട് എന്നുള്ള ഭാഗം മനസ്സിലാക്കുവാണ്. ഓക്കേ.